ഹലോ മക്കളെ, +1 എക്സാമിന് ഇനി ഒരു ദിവസം മാത്രമാണ് ബാക്കിയുള്ളൂ. നീണ്ട ഒരു വർഷത്തെ പഠനത്തിന്റെ റിസൾട്ടാണ് നമുക്ക് നാളെ കഴിഞ്ഞൊരു ദിനത്തിൽ ലഭിക്കാൻ വേണ്ടി പോകുന്നത്. ഞങ്ങൾ പറഞ്ഞു ഒരു ദിവസം കൊണ്ട് +1 ക്ലാസ്സിനകത്തുള്ള എല്ലാ സിലബസും പഠിച്ചു തീർക്കാൻ വേണ്ടി സാധിക്കും. അതെ, നമ്മളെല്ലാവരും ഒന്നിച്ചിരുന്നുകൊണ്ട് തന്നെ +1 ക്ലാസ്സിലെ മുഴുവൻ സിലബസും പഠിച്ചു തീർത്തു. ഇതാ ഈ കാണുന്ന വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ആദ്യ കടമ്പ എന്ന രീതിക്ക് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഡബിൾ പാസ് മാർക്കിന് ആവശ്യമുള്ള ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് കൃത്യമായി ഡിസ്കസ് ചെയ്യും. സോ ഈ കാണുന്ന വീഡിയോ എല്ലാവരും മൊത്തമായിട്ട് കാണുന്നു. ഡബിൾ പാസിന് വേണ്ടി ഏതെല്ലാം ചോദ്യങ്ങളാണ് നിങ്ങൾ പഠിക്കേണ്ടതെന്ന് കൃത്യമായിട്ട് പറഞ്ഞുതരും. ആദ്യ ക്വസ്റ്റ്യൻ ഏതാണ് പരിശോധിക്കാം. ഒന്നാമത്തെ ചോദ്യം ഒന്നാമത്തെ പാഠമായ സെറ്റ്സിലെ ഈ കാണുന്ന ക്വസ്റ്റ്യൻ. എക്സാമിന് 100% ഉറപ്പാണ്. A യൂണിയൻ B ഹോൾ കോംപ്ലിമെന്റ് ഈക്വൽ ടു A കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ B കോംപ്ലിമെന്റ്. ഈ കാണുന്ന തിയറം ഇല്ലാത്ത ഒരു ചോദ്യപേപ്പർ നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കില്ല. സോ എൻ്റെ മക്കൾ എല്ലാവരും തന്നെ നിർബന്ധമായിട്ട് പഠിച്ചിരിക്കേണ്ട ചോദ്യങ്ങളിൽ ഒന്നാണിത് ഈ പറയുന്നത്. എക്സാമിന് 4 മാർക്കായിരിക്കും ഈ കാണുന്ന ക്വസ്റ്റ്യന് ഉണ്ടാവുക. അടുത്ത ക്വസ്റ്റ്യൻ വളരെ സുഖമായിട്ട് 6 മാർക്ക് നേടാൻ വേണ്ടി സാധിക്കുന്ന ഒരു ചാപ്റ്റർ സ്റ്റാറ്റിസ്റ്റിക്സ്. ഒറ്റ ഫോർമുല മാത്രമായി നമുക്ക് ആ കാണുന്ന ചാപ്റ്ററിലെ 6 മാർക്ക് ഉറപ്പിക്കാനായിട്ട് ഇതാണ് ആ കാണുന്ന ക്വസ്റ്റ്യൻ. ഫൈൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആൻഡ് വേരിയൻസ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷനും വേരിയൻസും കാണുന്ന ഒരു 6 മാർക്കിന്റെ ക്വസ്റ്റ്യൻ നാളെ നിങ്ങളുടെ ചോദ്യപേപ്പറിൽ 100% ഉറപ്പിക്കാൻ വേണ്ടി സാധിക്കും. അടുത്തായി നമുക്ക് 2 പാഠം ഒന്നിച്ച് പരിശോധിക്കാം. +1 മാത്സിൽ എല്ലാവരുടെയും പേടി സ്വപ്നമായ 2 പാഠങ്ങൾ. ഒന്ന് ട്രിഗണോമെട്രിയും മറ്റൊന്ന് ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സും. ഈ കാണുന്ന ഓരോ ചാപ്റ്ററിൽ നിന്ന് 9 മാർക്ക് വെച്ച് മൊത്തം 18 മാർക്കിനാണ് നമ്മുടെ എക്സാമിനേഷൻ ഉണ്ടാവുക. ഈ ചാപ്റ്ററിൽ നിന്ന് ഏതൊക്കെ ചോദ്യമാണ് ഉണ്ടാവുക എന്ന് പരിശോധിക്കാം. എല്ലാവരും വളരെയധികം ആകാംക്ഷയോട് കാത്തിരിക്കുന്ന 2 ചാപ്റ്റേഴ്സാണ് ഈ പറയുന്നത്. നോക്കൂ മക്കളെ, ട്രിഗണോമെട്രി ഒരു ചോദ്യം. ഇത്തരത്തിൽ tan x = -5/12 എന്ന് നമുക്ക് തരും. എന്നിട്ട് ചോദിക്കും എന്തൊക്കെയാണ് ബാക്കിയുള്ള എല്ലാ വാല്യൂസും. അതായത് sin x ആരാണ്, cos x ആരാണ്, ഇവിടെ sec x ആരാണ്, cosec ആരാണ്, cot ആരാണ്, ബാക്കിയെല്ലാം ട്രിഗണോമെട്രി റേഷ്യോ എഴുതുക എന്ന് പറഞ്ഞ ചോദ്യമാണ് നമ്മുടെ എക്സാമിന് ഉണ്ടാവുക. ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ഇല്ലാത്ത ചോദ്യപേപ്പർ ഉണ്ടാവാനുള്ള ചാൻസ് വളരെ 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 കുറവാണ് തന്നെ പറയാൻ വേണ്ടി സാധിക്കും. നമ്മൾ നേരെ തന്നെ പോകുന്നു ഈ കാണുന്ന ചാപ്റ്ററിലെ അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക്. നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ഇവിടെ cos 9x - cos 5x / sin 17x - sin 3x. അതായത് cos A + cos B / sin A - sin B. സൈനിന്റെയും കോസിന്റെയും ഈ കാണുന്ന ഫോർമുല എന്തായാലും നിങ്ങൾക്ക് എക്സാം ചോദിക്കും. മോഡൽ എക്സാമിന് ഉണ്ടായിരുന്നു ഇതേ ടൈപ്പ് ചോദ്യം. പക്ഷെ അവിടെ 3 ടേംസ് ആണ് ഉണ്ടായിരുന്നത്. പൊതുവെ എക്സാമിന് 2 ടേംസ് മാത്രമാണ് ചോദിക്കാതെ. അതായത് sin x + sin y, sin x - sin y, cos x + cos y, cos x - cos y. ഇങ്ങനെ 2 ടേംസ് മാത്രമുള്ളതാണ് ചോദിക്കാറ്. ഇക്കഴിഞ്ഞ മോഡൽ എക്സാമിന് 3 ടേംസ് ഉണ്ടായിരുന്നു. അതിലും ചെയ്യേണ്ട മെത്തേഡിൽ മാറ്റമൊന്നുമില്ല. നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ഗ്രൂപ്പ് ചെയ്യുന്നു, എന്നിട്ട് ചെയ്യുന്നു. സോ ഈ കാണുന്ന ഫോർമുലയുടെ ആപ്ലിക്കേഷനുള്ള ഒരു ചോദ്യം 100%മായിട്ടും എക്സാമിന് ഉണ്ടാകും. ഈ കാണുന്ന 2 ചോദ്യങ്ങൾ നമുക്ക് ആൻസർ ചെയ്യുമ്പോൾ ലഭിക്കാൻ വേണ്ടി പോകുന്നത് 5 മാർക്കോളമായിരിക്കും. പിന്നെ ഒരു ചോദ്യം എന്തായാലും ഉണ്ടാവാൻ വേണ്ടി പോകുന്നത് മറ്റൊന്നുമല്ല മക്കളെ, ആംഗിൾ തന്നിട്ട് നമ്മൾ റേഡിയനിലേക്ക് മാറ്റാം, അല്ലെങ്കിൽ റേഡിയനോ ആംഗിളിലേക്ക് മാറ്റാം. ഇതാണ് ഇവിടുത്തെ ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻ. ഇതുമല്ലെങ്കിൽ ഇവിടുത്തെ 1 മാർക്ക് എന്ന് പറയുമ്പോൾ എന്താണ് sin π/6 + cos π/6 + tan π/3. ഇത്തരത്തിൽ 3 ട്രിഗണോമെട്രി റേഷ്യോന്റെ സമ്മിന്റെ വാല്യൂ എന്തായിരിക്കും? ഇങ്ങനത്തെ ഒരു ചോദ്യം നമുക്ക് എല്ലാവർക്കും തന്നെ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഇതാ ഈ കാണുന്ന ഭാഗത്തെ അവസാനത്തെ ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. മറ്റൊന്നുമല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ചോദ്യം തന്നെ. എന്താണ് sin 75? അതല്ലെങ്കിൽ എന്താണ് cos 75? അതിൽ എന്താണ് tan 75? എല്ലാ ക്വസ്റ്റ്യൻ ചെയ്യേണ്ട മെത്തേഡ് ഒന്ന് തന്നെയാണെന്ന് എൻ്റെ മക്കൾക്ക് എല്ലാവർക്കും അറിയാം. 75 ഡിഗ്രി അല്ലെങ്കിൽ 15 ഡിഗ്രിയാണ് എക്സാമിന് ചോദിക്കുക. വിച്ച് മീൻസ് sin 15, cos 15, tan 15. ഏറ്റവും അധികം ചാൻസ് എന്ന് പറയുന്നത് sin 75 ഡിഗ്രി ചോദിക്കാൻ തന്നെയാണ്. നമ്മൾക്ക് ചോദ്യം പരിശോധിക്കാം. വളരെ സിമ്പിളായിട്ട് ഒരു ലിമിറ്റ് തന്ന് അതിന്റെ വാല്യൂ കാണാൻ പറയാം. ഫോർ എക്സാമ്പിൾ ഇവിടെയുള്ള ലിമിറ്റ് x → 3 x + 1. എക്സിന് വെറുതെ വാല്യൂ കൊടുക്കുക, നമുക്ക് ഉത്തരം ലഭിക്കും. ഇത്തരത്തിൽ ഒരു ചോദ്യമാണ് നമ്മുടെ എക്സാമിന് ഉണ്ടാകാൻ ഏറ്റവും അധികം ചാൻസ്. അതുമല്ലെങ്കിൽ sin x/x എന്തെങ്കിലും ഒരു ചെറിയൊരു വേരിയേഷൻ തരും. അതാണ് നമ്മുടെ എക്സാമിന് ഉണ്ടാവുക. നോ ഡൗട്ട് ഇങ്ങനത്തെ ഒരു ചോദ്യം എന്തായാലും 1 മാർക്കിന് വളരെ സുഖമായിട്ട് ആൻസർ ചെയ്യാൻ സാധിക്കുന്ന ചോദ്യം ഉണ്ടായിരിക്കും. പിന്നീട് വരുന്ന ഒരു ചോദ്യമാണ് മക്കളെ ഡെറിവേറ്റീവ്സിന്റെ ഭാഗത്ത്. അതായത് sin x ഡെറിവേറ്റീവ് എന്താണ്, cos x എന്താണ്, tan x എന്താണ്, x². ഈ കാണുന്ന 4 പേരെ പഠിക്കാതെ എൻ്റെ മക്കൾ ഒരാൾ പോലും എക്സാം ഹാളിൽ പോരുത്. sin x, cos x, tan x, x². കാരണം ഈ കാണുന്ന 4 പേരിൽ നിന്ന് ഒരു ചോദ്യം നാളെ നിങ്ങൾക്ക് നിങ്ങളുടെ ചോദ്യപേപ്പറിൽ കാണാൻ വേണ്ടി സാധിക്കും. അത് ഏറ്റവും അധികം ചാൻസ് എന്ന് പറയുന്നത് sin x കാണാൻ തന്നെയാണ്. എന്താണ് ഡെറിവേറ്റീവ് ഓഫ് sin x? എക്സാമിന് ഈ കാണുന്ന ചോദ്യത്തിന് ലഭിക്കാൻ വേണ്ടി പോകുന്ന മാർക്ക് എന്ന് പറയുന്നത് 2 മാർക്ക് ആയിരിക്കും. അടുത്ത ചോദ്യം ഇതാവാനാണ് ചാൻസ്. y = x × sin x. അങ്ങനെയാണെങ്കിൽ എന്താണ് ഡിവൈഡ് x? ഒന്നുകിൽ നമുക്ക് പ്രൊഡക്റ്റുകൾ ഉപയോഗിച്ചുള്ള ചോദ്യം ഉണ്ടാകും, x × sin x.
അതുമല്ലെങ്കിൽ ഒരു കോഷൻ റൂൾ ആയിരിക്കാം. ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ x² + 1 ഡിവൈഡഡ് ബൈ x + 1. ഇങ്ങനെ നമുക്ക് എന്താണ് കോഷൻ റൂൾ ഉപയോഗിച്ച് ഡിവൈഡ് ചെയ്യുന്ന ചോദ്യം ഉണ്ടാകും. ദെൻ ഫൈൻഡ് ഡിവൈഡ് x. അപ്പോൾ ഒന്നെങ്കിൽ പ്രൊഡക്റ്റ് റൂൾ, അതുമല്ലെങ്കിൽ കോഷൻ റൂൾ. ഇത്തരത്തിലുള്ള ചോദ്യം എന്തായാലും എക്സാമിന് ഉണ്ടാകും. ആൻഡ് ഈ കാണുന്ന ക്വസ്റ്റ്യൻ്റെ മാർക്ക് പൊതുവെ 4 മാർക്കാണ് ഉണ്ടാകാറ്. സോ എൻ്റെ മക്കൾ എല്ലാവരും തന്നെ ഈ കാണുന്ന ചോദ്യം നിർബന്ധമായിട്ട് പഠിക്കണം. ഇത്രയ്ക്കും ചോദ്യം പഠിച്ചു കഴിയുമ്പോൾ തന്നെ വളരെ സുഖമായിട്ട് നമുക്ക് പാസ് മാർക്ക് ലഭിച്ചു കഴിഞ്ഞു. 21 മാർക്കാണ് നമുക്ക് ഈ കാണുന്ന ചോദ്യം പഠിക്കുമ്പോൾ ലഭിക്കുന്നത്. ഇനി ബാക്കി ഡബിൾ പാസിലേക്കുള്ള യാത്ര എന്ന് പറയുന്നത് വെറും 15 മാർക്ക്. അതിനുവേണ്ടി നമുക്ക് നോക്കാം റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസിലെ ഒരു ചോദ്യം ദേ ഇവിടെ കിടക്കുന്നു. നമ്മൾക്ക് 2 ഓർഡേഡ് പേഴ്സ് ഈക്വൽ എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ x എന്താണ്, y എന്താണ്? ഇങ്ങനെ ചോദ്യം നാളെ എന്തായാലും നിങ്ങളുടെ എക്സാം പേപ്പറിൽ ഉണ്ടാകും. ഇതിന് പുറമെ കറണ്ട് ട്രെൻഡിനകത്ത് ഏറ്റവും അധികം ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ നമുക്ക് ഏതരും. അങ്ങനെയാണെങ്കിൽ എന്താണ് A*A*A? അത് കറണ്ട് ട്രെൻഡിലെ ഏറ്റവും ഗംഭീരമായ ചോദ്യമാണ്. എൻ്റെ മക്കൾ എല്ലാവരും തന്നെ നിർബന്ധമായിട്ടും ഈ കാണുന്ന ചോദ്യം പഠിച്ചുകൊണ്ട് തന്നെ എക്സാമിന് പോകാൻ പാടുള്ളൂ. അടുത്ത പാഠം പരിശോധിക്കാം. നമ്മൾ നേരത്തെ തന്നെ പോകുന്ന മക്കളെ കോണിക് സെക്ഷൻസ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, അത്യാവശ്യം വളരെ സുഖമായിട്ട് തന്നെ മാർക്ക് നേടാൻ വേണ്ടി സാധിക്കുന്ന ചാപ്റ്ററാണ് കോണിക്. കൃത്യമായിട്ട് ചോദ്യം പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുകയും ചെയ്യും കോണിക്കിലെ ഏത് ചോദ്യമാണ് വരാമെന്ന്. മൊത്തമായിട്ട് 7 മാർക്കുള്ള ഈ ചാപ്റ്റർ ഉറപ്പായിട്ടും പറയുന്നു 3 മാർക്ക് നമുക്ക് വരാൻ വേണ്ടി പോകുന്നത് സർക്കിൾസ് എന്ന് പറഞ്ഞ ഭാഗത്താണ്. സർക്കിൾസ് നിന്ന് ഒരു 3 മാർക്കും ആൻഡ് 4 മാർക്ക് നമുക്ക് വരാൻ വേണ്ടി പോകുന്നത് എലിപ്സ് ഓർ ഹൈപ്പർബോള. സർക്കിളിലെ ഈ കാണുന്ന ചോദ്യം x² + y² + 8x + 10y - 8 = 0. ഇവനെയാണ് ഏറ്റവും അധികം ചാൻസ് കൽപ്പിക്കുന്നത്. ആൻഡ് നമുക്ക് എന്താണ് എലിപ്സും ഉണ്ട്, ഹൈപ്പർബോളയും ഉണ്ട്. ഇതാണ് ആ കാണുന്ന ചോദ്യങ്ങൾ. എലിപ്സിന്റെ വെർട്ടെക്സും ഫോക്കസും ലെങ്ത് ഓഫ് ലാറ്റിസ് റെക്റ്റവും ഇതൊക്കെയാണ് നമുക്ക് എക്സാമിന് ചോദിക്കാം. ആ കാണുന്ന ഫോർമുലാസ് എൻ്റെ മക്കൾക്ക് അറിയാമെങ്കിൽ വളരെ സുഖമായിട്ട് എലിപ്സിന്റെയും ഹൈപ്പർബോളയുടെയും ഫുൾ മാർക്ക് എന്ന് പറയുന്ന 4 മാർക്ക് നേടാൻ വേണ്ടി സാധിക്കും. സോ ഈ ചാപ്റ്റർ കഴിയുമ്പോൾ നമുക്ക് വളരെ കൂളായിട്ട് 7 മാർക്ക് കിട്ടി. തൊട്ടു മുമ്പ് പറഞ്ഞ റിലേഷൻ പറയുമ്പോൾ അതിനകത്ത് 3 മാർക്ക് ഉണ്ടായിരുന്നു. സോ 7 + 3 10 മാർക്കാണ് നമുക്ക് ഈ 2 ചോദ്യങ്ങൾ പഠിക്കുമ്പോൾ ലഭിക്കുന്നത്. 10 എന്ന് പറയുമ്പോൾ 21 ഒരു 10 കൂടി നമ്മൾ ആഡ് ചെയ്തു. 21 + 10 ഇറ്റ്സ് നൗ 31. പാസ് മാർക്കിലേക്കുള്ള ദൂരം, ഡബിൾ പാസ് മാർക്കിലേക്കുള്ള ദൂരം വെറും 5 മാർക്ക് മാത്രം. അടുത്ത പാഠം പരിശോധിക്കാം. സീക്വൻസ് ആൻഡ് സീരീസ്. എക്സാമിന്റെ സ്ഥിരം സാന്നിധ്യമാണിത് ഈ കിടക്കുന്ന ചോദ്യം. 8,88, 888 ഈ കാണുന്നവന്റെ സം എന്താണെന്ന്. ചിലപ്പോൾ വേണമെങ്കിൽ 8 മാറി 7 ആകാം. പക്ഷേ ഒറ്റ കാര്യം പറയുന്നു, ചെയ്യേണ്ട മെത്തേഡ് എല്ലാ ക്വസ്റ്റ്യനും ഒരേപോലെയാണ്. വളരെ സുഖമായിട്ട് നമുക്ക് 4 മാർക്കോളം അടിച്ചെടുക്കാൻ വേണ്ടി സാധിക്കുന്ന ചോദ്യമാണ് ഈ പറയുന്നത്. പൊതുവെ 4 മാർക്കിനാണ് ഈ ചോദ്യം എക്സാമിന് ചോദിക്കാറ്. നമ്മൾ നേരെ പോകുന്ന മക്കളെ അടുത്ത ചാപ്റ്റർ ആയിട്ടുള്ള പെർമുറ്റേഷൻ ആൻഡ് കോമ്പിനേഷൻ. അതിനകത്ത് എന്തായാലും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ഫൈൻഡ് ദ നമ്പർ ഓഫ് അറേഞ്ച്മെന്റ്സ് ഓഫ് ലെറ്റർ ഓഫ് ദി വേർഡ് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇങ്ങനെ ഒരു ചോദ്യമാണ് എക്സാമിന് ഉണ്ടാവുക. ഇവിടെ ഇൻസ്റ്റിറ്റ്യൂട്ട് മാറി നമുക്ക് ചിലപ്പോൾ വേണമെങ്കിൽ ട്രിഗണോമെട്രി വരാം, വേണമെങ്കിൽ ഇൻഡിപെൻഡൻസ് വരാം. ഇത്തരത്തിലുള്ള വാക്കുകൾ മാത്രമാണ് വരാൻ വേണ്ടി ചാൻസ് കൂടുതൽ. സോ ഈ കാണുന്ന വാക്കുകളുടെ എല്ലാ കോമ്പിനേഷൻസുകളാണ് നിർബന്ധമായിട്ട് പഠിക്കണം. ഈ ചോദ്യത്തിന് 3 മാർക്കാണ് ലഭിക്കുക. സോ 4 + 3 7 മാർക്കായി നമ്മൾ ഡബിൾ പാസ് മാർക്ക് ക്രോസ് ചെയ്തു. 38 മാർക്കിലേക്കാണ് നമ്മൾ ഇപ്പോൾ എത്തിയിരിക്കുന്നത്. എന്നാൽ തന്നെ ഞാൻ കുറച്ചുകൂടി ചോദ്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി തരാം. എല്ലാവരും ഈ കാണുന്ന ചോദ്യം കാണുക. അതിലത്തെ ഒരു ചോദ്യമാണ് ഈ പറയുന്നത്. പ്രോബബിലിറ്റി ചാപ്റ്ററിലെ P of E തരും, P of F തരും, P of E intersection F തരും. E and F അഥവാ E intersection F ചോദിക്കും. എന്താണ് P of E or F? ഓർ മീൻസ് യൂണിയൻ ആണ്. ഇത്ര മാത്രമാണ് P of E യൂണിയൻ F എന്താണ്. ഒപ്പം ചോദിക്കും ഫൈൻഡ് P of not E and not F. ഇതാണ് മക്കളെ പ്രോബബിലിറ്റിയിലെ ഏറ്റവും അധികം ചോദിക്കാൻ ചാൻസ് ഉള്ള ചോദ്യം. ആൻഡ് ഈ കാണുന്ന ചോദ്യത്തിന് 4 മാർക്കായിരിക്കും എക്സാമിന് ഉണ്ടാവുക. അതുപോലെ തന്നെ വളരെ സുഖമായിട്ട് മാർക്ക് അടിച്ചെടുക്കാൻ വേണ്ടി സാധിക്കുന്ന 2 പാഠങ്ങളാണ്. ഒന്ന് ബൈനോമിയൽ തിയറം, മറ്റൊന്ന് ഇൻഇക്വാലിറ്റി. ബൈനോമിയൽ തിയറത്തിൽ എന്തായാലും നമ്പർ ഓഫ് ടേംസ് ഇൻ എക്സ്പാൻഷൻ ചോദിച്ചിരിക്കും. ഇങ്ങനെ ചോദ്യമാണ് നാളെ പ്രതീക്ഷിക്കുന്നത് നമ്മൾ. സോ ബൈനോമിയൽ തിയറത്തിൽ നമ്പർ ഓഫ് ടേംസ് എന്തായാലും ഉണ്ടാകും. അതോടൊപ്പം തന്നെ ഒരു എക്സ്പാൻഷൻ ചോദ്യം ഉണ്ടാകും. അത് x - 1/x whole raised 4 ആകാം, അല്ലെങ്കിൽ 2x + 3 whole raised 5 ആകാം, അതുമല്ലെങ്കിൽ a + b whole raised 4 - a - b whole raised 4 ആകാം. അപ്പോൾ ഇങ്ങനത്തെ ഒരു പാറ്റേൺ ആണ് എക്സാമിന് ഏറ്റവും അധികം വരാൻ വേണ്ടി ചാൻസ്. നമ്മൾ അടുത്ത പാഠത്തിലേക്ക് പോകുന്നു. ലീനിയർ ഇൻഇക്വാലിറ്റി. എല്ലാവർക്കും വളരെ സുഖമായിട്ട് 3 മാർക്ക് അടിച്ചെടുക്കാൻ വേണ്ടി സാധിക്കുന്ന ചാപ്റ്ററാണ് ലീനിയർ ഇൻഇക്വാലിറ്റി. ഇതാണ് മക്കളെ ചോദ്യം. ഇങ്ങനെ നമുക്കൊരു ഇൻഇക്വാലിറ്റി തരും. ആൻഡ് എന്താണ് എക്സിന്റെ വാല്യൂ ചോദിക്കും. കൂടെ തന്നെ ഒന്നുകൂടി പ്രതീക്ഷിക്കണം, പ്ലോട്ട് ദം ഇൻ നമ്പർ ലൈൻ. നമ്പർ ലൈനിൽ വരയ്ക്കാൻ വേണ്ടിയുള്ള ചോദ്യം കൂടിയും നമ്മൾക്ക് എക്സ്പെക്ട് ചെയ്യാം. അവസാനമായിട്ട് ഞാനിതാ ഒരു പാഠം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. മറ്റൊന്നുമല്ല, വൺ ഓഫ് ദി സിംപ്ലസ്റ്റ് ചാപ്റ്റർ ടിൽ ഡേറ്റ്, 3 dimensional ജോമെട്രി. ഈ കാണുന്ന ചാപ്റ്ററിനകത്ത് നമ്മൾക്ക് എന്തായാലും ചോദിക്കാൻ വേണ്ടി ഉള്ള ചോദ്യമാണിത്. ആദ്യം കാണുന്ന ഒക്ടന്റെ ചോദ്യം.
ഒക്ടന്റ്. എന്തായാലും ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ അത് ഡിസ്റ്റൻസ് ഫോർമുല ബേസ് ചെയ്തായിരിക്കും. അതായത് PA + PB = PC അങ്ങനെ കാണിക്കുന്ന ഒരു ചോദ്യം ഇവിടെ കാണുന്നുണ്ട്. അതുമല്ലെങ്കിൽ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണെന്ന് പ്രൂവ് ചെയ്യുന്ന ചോദ്യം. നമുക്ക് എന്താണ് AB കാണേണ്ടി വരും, BC കാണേണ്ടി വരും, AC കാണേണ്ടി വരും, എന്നിട്ട് പ്രൂവ് ചെയ്യേണ്ടി വരും AB² + BC² = AC². ഇങ്ങനെ റൈറ്റ് ആംഗിൾ ട്രയാംഗിളിന്റെ ഒരു ചോദ്യമാണ് എക്സാമിന് ഉണ്ടാവാൻ അടുത്ത ചാൻസ്. ഇത്ര മാത്രം പഠിച്ചു കഴിഞ്ഞാൽ വളരെ സുഖമായിട്ട് നമുക്ക് ഡബിൾ പാസ് മാർക്കിന് മേലെ ലഭിക്കാൻ വേണ്ടി സാധിക്കും. സോ ഈ കാണുന്ന ക്വസ്റ്റ്യനാണ് എല്ലാവരും അത്രമേൽ പ്രയോറിറ്റി നൽകി പഠിക്കേണ്ടത്. ഇപ്പോൾ ചോദ്യമുണ്ടാകും, ഇതിന്റെ സൊല്യൂഷൻ എവിടെ കിട്ടും? ഈ കാണുന്ന എല്ലാ ക്വസ്റ്റ്യൻസും നാളെ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഇത് മാത്രമല്ല, ഇതിന് പുറമെ ഒരുപാട് ചോദ്യങ്ങളും ഒരുപാട് കോൺസെപ്റ്റുകളും എല്ലാം തന്നെ നാളെ വൈകുന്നേരം കൃത്യം 5 മണിക്കുള്ള സൂപ്പർ 6ൽ ഡിസ്കസ് ചെയ്യും. സോ ഫുൾ മാർക്കിന് വേണ്ടി എൻ്റെ മക്കൾ എല്ലാവരും തന്നെ നാളെ വൈകുന്നേരം 5 മണിക്കുള്ള സൂപ്പർ 6ൽ ഉണ്ടാവുക. അതിഗംഭീരമായിട്ട് നമുക്ക് എല്ലാ ചാപ്റ്ററിലെയും എല്ലാ ക്വസ്റ്റ്യൻസും പഠിച്ചു തീർക്കാം. സോ സി യു ഓൾ ഇൻ അവർ ലൈഫ്സ്. സൈനിങ് ഓഫ് അഫ്നാസ് AK ഫ്രം സൈലം ലേണിംഗ്. നമുക്ക് നാളെ സൂപ്പർ 6ൽ കണ്ടുമുട്ടാം. ബൈ ഓൾ.